തുടർന്നുള്ള പ്രവർത്തനങ്ങളും നമ്മളെ അറിയിക്കുന്നതിനായിട്ട് സഭ പാസ്റ്റർ എല്ലാവരെയും ക്ഷണിക്കുന്നു. മാതൃപ്പെടുവാനാകട്ടെ. പ്രകാരം സൺഡേ സ്കൂൾ വാർഷികം ആഘോഷിക്കുവാനും ഇങ്ങനെയുള്ള ക്രമീകരണം ചെയ്യുവാനും വലിയ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. പ്രത്യേക സന്തോഷം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഒരേ പ്രോഗ്രാമാണ് ചെയ്യുന്നത് കണ്ടപ്പോൾ സന്തോഷം തോന്നി. നമ്മൾ ഈ അധ്യയന വർഷം ആരംഭിച്ചപ്പോൾ തന്നെ നമ്മൾ തീരുമാനമെടുത്തിരുന്നു കുഞ്ഞുങ്ങളെ കൃത്യമായിട്ട് സൺഡേ സ്കൂളിൽ കൊണ്ടുവരണമെന്ന്. അവർക്ക് ആവശ്യമായതെല്ലാം പറഞ്ഞു കൊടുത്ത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന 1 മണിക്കൂറാണ് അവരുടെ തുടർന്നുള്ള നിത്യതയ്ക്ക് വേണ്ടി അവരെ ഒരുക്കുവാൻ നമുക്ക് കിട്ടുന്ന ഒരു അവസരം എന്ന് പറയുന്നത്. അവർ ഏറ്റവും കൂടുതൽ സമയം പഠിക്കുന്നത് സ്കൂളിലാണ്. എന്നിരുന്നാൽ പോലും ആഴ്ചയിൽ ഒരു ദിവസം 1 മണിക്കൂറാണ് സൺഡേ സ്കൂളിന് വേണ്ടി വേർതിരിക്കുന്നത്. ആ 1 മണിക്കൂർ അതിന് വേണ്ടി തിരഞ്ഞെടുത്ത അധ്യാപകന്മാർ വളരെ ഉത്സാഹത്തോടെ ഒരു മടിയും കൂടാതെ ഏറ്റെടുക്കുകയും അവരെ പഠിപ്പിക്കുവാൻ അവർക്ക് വേണ്ടി ഒരുങ്ങുവാനെല്ലാം അവർ തയ്യാറാകുകയും ചെയ്തു. അതിലുള്ള സന്തോഷം ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. കാരണം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ അവരെ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ തന്നെ വളർന്നു വരണം. ഇവിടെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, അവരെ പ്രാർത്ഥിപ്പിക്കുകയും. ഇപ്പോൾ 1ാം ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങള് അവർക്ക് അറിയുന്ന പോലെ അവരൊക്കെ പ്രാർത്ഥിക്കും. അപ്പോൾ അവർക്ക് അത് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ LKG പഠിപ്പിക്കുന്ന കുഞ്ഞിനാണെങ്കിൽ ആ കുഞ്ഞിന്റെ അടുത്തിരുന്ന് സ്വന്തം കുഞ്ഞിനെ നോക്കി ആ കുഞ്ഞിനെ വളർത്തുന്നത് പോലെയാണ് ശ്യാമിനെ ശ്രദ്ധിക്കുമ്പോൾ കാണുന്നത്. ആ കൊച്ചിന്ന് എന്തൊക്കെ കാണിക്കുന്നതിന് ഒപ്പം ശ്യാമിൽ നിന്ന് അതൊക്കെ ചെയ്തു കൊടുക്കും. അതെന്നാല് ആ കുഞ്ഞിനെ എപ്പോഴും സൺഡേ സ്കൂൾ അധ്യാപകനോട് ഒരു സ്നേഹവും അധ്യാപകനോട് റെസ്പെക്റ്റും വേണം. പണ്ടുകാലം മുതൽ അങ്ങനെയാണ്. എന്നാൽ ഇന്ന് വളർന്നു വരുന്ന പല തലമുറകളും കാണുന്നത് അധ്യാപകന്മാരോട് ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ ഇരിക്കുന്ന കാഴ്ചയാണ്. പക്ഷെ നേരെ തിരിച്ചാണ് നമ്മുടെ ചർച്ചിലെ ദേശസഭയിലെ കുഞ്ഞുങ്ങളെല്ലാം അത് കൃത്യമായി അവർ വരികയും അത് വേണ്ടതുപോലെ പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചെറിയ വാക്യങ്ങളൊക്കെ പറയുമ്പോൾ ചെറിയ തെറ്റുകളൊക്കെ വരുമ്പോൾ സത്യത്തില് ഞാൻ അവരെ പരസ്യമായിട്ടൊന്നും ആ സമയത്ത് പറയാറില്ല. നമ്മുടെ കുഞ്ഞുങ്ങളത് അവർ വളർന്നു വരുന്നതാണ്. അവർ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക വേണ്ടത്. പ്രോഗ്രാമൊക്കെ നടക്കുമ്പോൾ ഇനി നടക്കുന്ന പ്രോഗ്രാമില് മുതിർന്നവർക്ക് പ്രത്യേകം ഒരു അറിവിനെ വേണ്ടി പറയുകയാണ്. ചെറുതായിട്ട് എന്തെങ്കിലും വാക്കുകളൊക്കെ തെറ്റിയാതൊന്നും ഒരു കാരണവശാലും അവിടെ എന്ത് വിളിച്ച് പറയരുത്. കാരണം കുഞ്ഞുങ്ങളാണ്, കുഞ്ഞുങ്ങളുടെ മനസ്സ് വേദനിക്കാൻ ഒരുപാട് നേരം വേണ്ട. അത് പ്രത്യേകം മനസ്സിലിരിക്കണം. നമ്മളെല്ലാം നമ്മുടെ ഇച്ചിരി മുതിർന്നവരല്ലേ, അപ്പൊ കുഞ്ഞുങ്ങളെ അതിന്റെ രീതി കാണുമ്പോൾ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമാണ് നടക്കുന്നത്. വാക്കുകളിലോ അവരുടെ സംസാരത്തിലോ എന്തെങ്കിലും വന്നാൽ ഒരു കാരണവശാലും അവിടെ നിന്ന് വിളിച്ച് പറയരുത്. ഇനി വിളിച്ച് പറഞ്ഞാൽ ഞാൻ ആയിരിക്കില്ല അവിടെ ഇരിക്കുന്നത്. ഞാൻ ഇവിടെ വരുമ്പോൾ എല്ലാവരും പറയും ചേട്ടനെ കാണുന്ന പോലെയല്ല. സഭ ഇപ്പോഴും പറയും സ്റ്റേജിൽ വന്നിരുന്നാൽ ചേട്ടൻ വേറെ മോഡലാണെന്ന്. കാരണം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഞാൻ ഭംഗിയായിട്ട് ചെയ്യണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ നിങ്ങൾ അതുപോലെ കാണണം. അതുപോലെ തന്നെ അധ്യാപകന്മാര് ഇവർക്ക് എക്സാം ഒക്കെ നടക്കുമ്പോൾ അവരെ വീട്ടിലേക്കൊക്കെ വിളിച്ച് അവർക്ക് പഠിക്കാൻ ഓരോ വിഷയങ്ങളൊക്കെ പഠിക്കാൻ പറയുകയും അവരുടെ മാർക്ക് എത്രയുണ്ടെന്ന് കൃത്യമായിട്ട് അന്വേഷിക്കുക ഒക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഒരു സന്തോഷം. നമ്മുടെ ഏറ്റവും ചെറിയ കുഞ്ഞിന്റെ ഒരു പ്രത്യേകത അറിയുമോ? അവൾക്ക് 45 അല്ലേ ഈ അധ്യയന വർഷത്തിൽ ലാസ്റ്റ് പരീക്ഷയ്ക്ക് 45 മാർക്കിൽ ഒരു 5 മാർക്ക് കുറഞ്ഞത് ആ കുഞ്ഞുകൂടെ കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെയാണ്. നിങ്ങൾ അവരുടെ പഠന രീതി, അവരുടെ അധ്യാപകന്മാരും എല്ലാം അങ്ങനെ. അവിടെ തുടങ്ങിയ സമയത്ത് തന്നെ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് നമ്മളിങ്ങനെ സൺഡേ സ്കൂൾ ആരംഭിച്ചപ്പോൾ വളരെ ഉത്സാഹത്തോടു കൂടെ അധ്യാപകന്മാരെ അനുസരിച്ച് ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. എനിക്ക് എപ്പോഴും പറയാനുള്ള ഒരു കാര്യം വെച്ചാല് നമ്മൾ ഇനി വരുന്ന സൺഡേ സ്കൂളിന് തുടർന്നുള്ള സൺഡേ സ്കൂളെല്ലാം ഇതിൽ കൂടുതൽ ഉഷാറാക്കി മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പൊ നമുക്ക് 2 കുഞ്ഞുങ്ങളെ പുതുതായിട്ട് കിട്ടിയിട്ടുണ്ട്. അവർക്ക് നമ്മുടെ സൺഡേ സ്കൂൾ വളരെ സന്തോഷമായി തീരണം. സൺഡേ സ്കൂളിനെ കുറിച്ച് ഓർക്കണം. പണ്ട് നമ്മൾ BBS കുറിച്ച് ഓർക്കണം. പാട്ടുപാടിന
കാത്തു സൂക്ഷിച്ചേശു മാത്രമേ. ഓടി ഓടി വാ സൺഡേ സ്കൂളിന് പാട്ടുപാടിടാം വാക്യം ചൊല്ലിടാം. ഓടി ഓടി വാ സൺഡേ സ്കൂളിന് പാട്ടുപാടിടാം വാക്യം ചൊല്ലിടാം. കുഞ്ഞുങ്ങളെ എല്ലാരും വരുമേ, നല്ലവനാം യേശുവിനെ പാടിപ്പാടിടാം. നല്ലൊരു കുഞ്ഞുങ്ങളെ എല്ലാരും വരുമേ, നല്ലവനാം യേശുവിനെ പാടിപ്പാടിടാം.